ചേട്ടാ നമ്മള് സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിലെ. അറിയാലോ. നമ്മുടെ ചിഹ്നം കൊടയാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യാം, നമ്മളെ സഹായിക്കുക. ഈ വാർഡില് സമഗ്രമായ ഒരു വികസനവും മാറ്റവും നമ്മൾ കൊണ്ടുവരും. ഓക്കെ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ട്. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. ഈ വാർഡില് നമ്മളെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തായിട്ടാണ് ചേട്ടന് തോന്നുന്നത്? ഒരു കന്നി വോട്ടറാണ് അല്ലെ, യുവ വോട്ടർ ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാവരും ചോദിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ ഏത് സ്ഥാനാർത്ഥിയോടും നേരിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം നിങ്ങൾക്കൊരു വിഷൻ വേണം അല്ലെ, ഈ നാട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്, യുവ വോട്ടർമാരുടെ കയ്യിലാണ് ഈ നാടിന്റെ ഭാവി. അപ്പൊ തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിന് ആദ്യം ഒരു അപ്രിസിയേഷൻ നൽകുകയാണ്. പിന്നെ നമ്മളിപ്പോ ഈ വാർഡിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ജയിച്ചു വരുന്നുണ്ട്. നമ്മൾ ജയിച്ചു വരുന്നവരെ കുറ്റം പറയല്ല, പക്ഷെ പക്ഷപാതപരമായിട്ടുള്ള ചില സമീപനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ആളുകളെ തരം തിരിച്ചിട്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ, ചിലർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥ. അപ്പോൾ അതൊക്കെ മാറണം. ഒന്നത്. രണ്ടാമത്, ഇവിടുത്തെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊരു ശ്മശാനം. ആ ശ്മശാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാനായ നാടിന്റെ ഗുരു ചിത്രനമ്പൂരിപ്പാട് നമുക്ക് സമ്മാനിച്ചതാണ് ശ്മശാനം. എത്ര വർഷമായിന്നറിയോ, ഒന്നും ചെയ്തിട്ടില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മുടെ ഈ നാട്ടിലെ മൃഗാശുപത്രിയൊക്കെ വാടക കെട്ടിടത്തിലാണ് കിടക്കുന്നത്. അപ്പൊ അത് കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ ഇലക്ട്രിക് ശ്മശാനം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സ്ഥലത്ത് ഉപയോഗിച്ച്, കളിസ്ഥലം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ പാർക്ക് ഉണ്ടാക്കുക ചെറിയ ആളുകൾക്ക്, ഈ നാട്ടിലെ ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കാൻ പറ്റിയ പാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലം അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ഈ 16-ാം വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമാണ്. അവിടെ ഈ ആളുകൾക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്, അതൊരു വലിയ വിഷയമാണ്. അതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊന്നും അവിടുന്ന് വെള്ളം കുടിക്കുന്നത്, അവരുടെ കിണറ്റിൽ നിന്നല്ല വെള്ളം കുടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം, ശാശ്വതമായ പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ റോഡുകളും കാര്യങ്ങളൊക്കെ അറിയാലോ, വളരെ മോശം അവസ്ഥയിലാണ്. ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അർഹതപ്പെടാത്ത ആളുകളും വലിയ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പൊ അത് പാടില്ല. എല്ലാ ആളുകളുടെയും കൈകളിലേക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ എത്തണം. അതാണ് ഒരു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും മനസ്സിൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്? ഇതിന് പദ്ധതികളുണ്ട്. പദ്ധതികൾ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പദ്ധതികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും നടപ്പാക്കാൻ ഇവിടുത്തെ ആളുകൾക്ക്, അല്ലെങ്കിൽ ജയിച്ചു പോകുന്ന ആളുകൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഈ പഞ്ചായത്തിന് തന്നെ വേറെ നന്നമുക്ക ഭാഗത്ത് 1 ഏക്കറോളം സ്ഥലം ഈ പഞ്ചായത്തിനുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ നടക്കുന്നില്ല. ആ സ്ഥലം ഈ സ്ഥലം വെറുതെ കിടക്കുക. പഞ്ചായത്തുകൾക്ക് സ്ഥലം ഇല്ലാത്ത പ്രശ്നമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ സ്ഥലം ഉണ്ടായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭൂരഹിതരായിട്ടുള്ള ആളുകളുണ്ട്. ലൈഫിൽ വീട് അപേക്ഷിക്കാൻ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലും അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ എല്ലാ അവസ്ഥയിലും ഈ പഞ്ചായത്തിൽ ഒരു സ്തംഭനാവസ്ഥയാണ്. അപ്പൊ അത് മാറ്റണം. നമുക്കൊരു വിഷൻ ഉണ്ട്. നമുക്ക് വിഷൻ എന്താണ് പറയുന്നത്, നമ്മൾ ശ്മശാനം, തീർച്ചയായിട്ടും ശ്മശാനം നടപ്പിലാക്കും. ാത്ത രീതിയിൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിവിടെ ശ്മശാനം നടപ്പിലാക്കും. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ മൃഗാശുപത്രി കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ അതിൽ വല്ല പാർക്കോ അല്ലെങ്കിൽ കുട്ടികൾ കളിക്കാനുള്ള സംവിധാനങ്ങളോ എന്താ വേണ്ടിച്ചതൊക്കെ നമ്മുടെ മനസ്സിലുള്ള വിഷൻ അതാണ്. പിന്നെ റോഡ്, മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എല്ലാ കാര്യത്തിലും നമുക്കൊരു വിഷൻ ഉണ്ട്. ഈ 16-ാം വാർഡിൽ അത് നമ്മൾ ചെയ്യും. ഇതിലുപരി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോ സത്യം പറഞ്ഞാല് ഞങ്ങൾക്കൊരു നന്മ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടനയാണ്. ഞങ്ങൾ ആ സംഘടനയുടെ പേരിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞങ്ങള് ഈ നാട്ടിൽ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുതും വലുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ കുട്ടിയോട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ആർക്ക് ചെയ്തു, എങ്ങനെ ചെയ്തു, അതൊന്നും നമ്മൾ പറയില്ല. നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഓണാഘോഷം, നമ്മുടെ കണ്ണേങ്കാവ് പൂരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ആ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി ഈ നന്നമുക്കിലെ അല്ലെങ്കിൽ നമ്മുടെ മൂക്കുതല പ്രദേശത്തെ ഏറ്റവും നല്ലൊരു സംഘടനയാക്കിയിട്ട് കൂടുതൽ ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഞങ്ങൾ ചെയ്യും. അതിന്റെ എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മുതൽ ഒരു മരണാന്തര ശേഷമുള്ള കാര്യങ്ങൾ എന്താണോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഈ ഒരു സൊസൈറ്റിയെ, ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങൾ മാറ്റിയെടുക്കും. അതിന്റെ പണികൾ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഇലക്ഷനായ കാരണം ഞങ്ങൾ ഇങ്ങനെ നിർത്തിവെച്ചേക്കാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് പൂർവ്വമായിട്ട് വളരെ ശക്തിയോടെ അത് കൊണ്ടുവരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി ഒരു യൂത്ത്ഫുൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൾറെഡി റണ്ണിങ് ആണ് ഇവിടെ മാക്കാലി. അപ്പൊ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഞങ്ങളുടെ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ യൂത്ത്ഫുളിന്റെ സാധ്യതയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളത് തീർച്ചയായിട്ടും ഈ നാടിന്റെ ആളുകളെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വരുന്നു, നമ്മൾ തിരിച്ചു പോകും. നമ്മൾ വരത്തന്മാരെന്നെ ശരിക്കല്ല എല്ലാവരും ഭൂമിയിൽ, അല്ലെ? എല്ലാവരും വരത്തന്മാരാണ്. നമ്മൾ വരുന്നു, നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നു, തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന സമയങ്ങളിൽ നമ്മൾ നല്ലത് ചെയ്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തി പോവാന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ. എല്ലാവരും ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. ചിലരെ നമ്മൾ ഓർക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് അവർ ചെയ്ത ചില നല്ല കാര്യങ്ങളാണ് നമ്മൾ അവരെ ഓർക്കാൻ കാരണം, സ്മരിക്കാൻ കാരണം. അപ്പൊ അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും നല്ല ചോദ്യം, തീർച്ചയായിട്ടും നല്ലൊരു ഭാവിയുണ്ട്. ഇതുപോലെയുള്ള നല്ല ചോദ്യങ്ങൾ, നല്ല ആശയങ്ങൾ മനസ്സിൽ വേണം. അപ്പോഴാണ് നമുക്ക് നല്ല ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാം. മേഡം വരുന്ന